ഹായ്, ജിജി മറിയോ വിഷയത്തിൽ ഒരു വിഷയം പറയണമെന്ന് തോന്നി. സീരിയസ്ലി അവരൊന്നിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അത് നമ്മൾ വീഡിയോ ചെയ്ത് തീരുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഇവർ തമ്മിൽ ഒന്നിക്കില്ല എനിക്ക് എന്തോ ശത്രുതയുണ്ടെന്നുള്ളതാണ്. ഏച്ച് കെട്ടിയ മുഴച്ച് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അവർ തമ്മിൽ ഒന്നിക്കുന്നതിന് ഒപ്പോസിഷൻ എന്നല്ല. മറിയോ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് വരെ മാറിയിട്ടില്ല, മാറി ചിന്തിച്ചിട്ടുമില്ല. അയാൾക്ക് താൽക്കാലികമായിട്ട് ഒരിടവും കൂടെ വേണം. അതായത് അയാൾ തുള്ളി കളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഭാര്യയെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുകയും അമരാവതിക്കുകയും ചെയ്ത ശേഷം ഇപ്പൊ പുള്ളിക്ക് ഒരു ബോധം വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കയറാൻ വേണ്ടി പുള്ളി പലരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ചെയ്ത തെറ്റുകൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ ക്ഷമിക്കാനോ പറ്റുന്ന തെറ്റുകളല്ല. അങ്ങനെ ഒരു ക്ഷമ കൊടുക്കാനും തക്കവണ്ണമുള്ള ഒരു വ്യക്തിത്വമല്ല അയാൾ ആദ്യം തന്നെ പറ്റിച്ചത് ആരെയൊക്കെയാണെന്ന് അറിയാമോ? പൊതുസമൂഹത്തെ പറ്റിച്ചു, 2 ക്രിസ്ത്യാനിറ്റിയെ പറ്റിച്ചു, ആ വിഭാഗത്തിൽ ആ സഭക്കാരെ പറ്റിച്ചു. ഇത്രയും നാള് അവരെ പറ്റിച്ചുകൊണ്ട് നല്ല രീതിയിൽ പൈസ അടിച്ച് മറ്റ് സുഖസുഭിക്ഷമായി ജീവിച്ച വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചേർത്ത് വെക്കണമെന്ന് ഭാര്യ പറഞ്ഞതിനോട് യോജിപ്പില്ലാതെ അയാളുടെ ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് അതിനകത്ത് കുത്തിത്തിരികി അവർ കാണിച്ച പേക്കൂത്തിനെതിരെ ആ സ്ത്രീ ശബ്ദിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് അവരെ കള്ളുകുടിച്ചുകയും അവരെ ആവാസികയും അവളെ വൃത്തികെട്ടവളുമായി ചിത്രീകരിച്ച ഇയാൾ മറന്നുപോയി പെൺകുട്ടികളുണ്ടെന്നും ആ കുട്ടികൾ അമ്മയ്ക്കൊപ്പം നിൽക്കും എന്നുള്ളത്. കുഞ്ഞുങ്ങൾ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കാം. പിന്നെ മക്കൾ കൂടെ നിൽക്കുന്നതുകൊണ്ട് ന്യായമുണ്ടെന്നല്ല. പക്ഷെ ഇത്രയും വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അമ്മയ്ക്കൊപ്പം നിന്ന് ആ മക്കൾ തീർച്ചയായിട്ടും നമുക്ക് തരുന്ന ഒരു വലിയ മെസ്സേജ് തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി അച്ചാർ വിൽപ്പനയുമായിട്ട് ഇറങ്ങിയ ആ ജിജിക്ക് സത്യം പറഞ്ഞാൽ സപ്പോർട്ടാണ്. അവരിനി പ്രഭാഷണവും ഈ ചാരിറ്റിയും കൊണ്ട് ഇറങ്ങാതിരുന്നാൽ മതി. ജീവിക്കാനുള്ള വഴി അതിൽ കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതുമായി സ്വസ്ഥമായി ജീവിച്ചു പോവുക തന്നെയാണ് ഏറ്റവും നല്ല വഴി. എന്തുകൊണ്ടാണ് ഇത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി റെഗുലറായിട്ട് ഞാൻ ഈ മറിയോയുടെ പോസ്റ്റുകൾ കാണാറുണ്ട്. ആദ്യം ഒരു പോസ്റ്റ് ഇടും ഭാര്യയെ മിസ് ചെയ്യുന്ന രീതിയിലുള്ളത്, ഭാര്യയും കുഞ്ഞുങ്ങളെയും മിസ് ചെയ്യുന്നത്, ഫുഡ് കഴിച്ചില്ല, ക്രിസ്മസിന് ഫുഡ് കഴിച്ചില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അഭിപ്രായം മാറിയിട്ട് അവരെ കുത്തി പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ ഇടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ആരും ഇടപെടാതെ അവർ തമ്മിൽ സ്വയം തീരുമാനിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇടനിലക്കാർ നിന്നുകൊണ്ട് ഇവരെ ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇതിനേക്കാൾ വലിയ വൾഗറാകും. ഒരു പക്ഷേ ഈ മറിയോ ആക്രമണകാരിയായ ആ പെണ്ണുമ്പിളയ്ക്കും കുട്ടികൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനും ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോടാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ കാലങ്ങളായി ജീവിക്കുന്നു, സ്വസ്ഥമായി ജീവിക്കുന്നു, വഴക്കുകളില്ലാത്ത കുടുംബം ഉണ്ടാവത്തില്ല. അവർ തമ്മിൽ യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സെപ്പറേഷനായിട്ട് നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓരോരുത്തരുടെയും കംഫർട്ട് സോണാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കംഫർട്ട് സോൺ വേണ്ട എന്ന് വെക്കുന്നിടത്ത് അവർ തന്നെ എടുത്ത തീരുമാനമാണ്. ഇപ്പം മറിയോ തനിയെ എടുത്ത തീരുമാനമാണ് ഭാര്യയ്ക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയണമെന്നും അവരെ വളരെ വൾഗറായിട്ട് അധിക്ഷേപിക്കണമെന്നൊക്കെ. അടി കിട്ടിയത് ജിജിക്കാണ്, ഹോസ്പിറ്റലൈസ് ആയത് ജിജിയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലായി അവർ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു നിലനിൽപ്പ് അവർക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവൽ ഇയാൾ ക്രോസ് ചെയ്തത് കൊണ്ടല്ലേ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തത്. ശരി, ആ ഒരു കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി, ദേഷ്യം വന്നു, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ഇരുന്നു കൊണ്ട് കോംപ്രമൈസ് പറയുന്ന ഈ മറിയോയ്ക്ക് അപ്പോഴത് പറഞ്ഞാൽ മാത്രം പോരായിരുന്നു. പകരം അയാൾ ഒരു പറ്റം ആൾക്കാരെയും കൊണ്ടുവന്നിരുത്തിയാണ് ഭാര്യ വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവളാണെന്നും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് നേരെ വിരൽ നമുക്കെതിരെ ചൂണ്ടപ്പെടുമെന്നുള്ള ബോധം അയാൾക്ക് ഇല്ലാണ്ടായി. മണ്ടന. അതുകൊണ്ടാണ് ഓർത്ത് നോക്കുക, സമൂഹത്തിനെ ഉദ്ധരിക്കാനും സമൂഹത്തിന് നല്ല രീതിയിൽ വഴി നടത്താനും ഒക്കെ ഉപദേശം കൊടുക്കുന്ന ഈ വ്യക്തിക്ക് സ്വന്തം ഭാര്യ കള്ളു കുടിച്ചും ദൂർത്തും ആർഭാടത്തിനും ജീവിക്കുന്നത് വിലക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് വിരോധാഭാസമല്ലേ? അതിനകത്തുണ്ട് അയാൾ ഒരു നല്ല പ്രഭാഷകനല്ല എന്നുള്ളത്. അയാൾക്ക് മനസ്സിലായി അയാൾ ഒറ്റപ്പെട്ടെന്ന്. ഇപ്പോൾ അയാൾ കാണിക്കുന്ന എല്ലാ പ്രഹസനവും എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഇതാണ്. പക്ഷേ ജിജി നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ ജിജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിജി ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇയാളുടെ വൈരാഗ്യ ബുദ്ധി ഇയാൾ അവിടെ കാണിച്ചെടുത്താണ് എനിക്ക് പോയിന്റ് പിടികിട്ടിയത്. ഇതിലെ മുഴുക്ക ഉത്തരവാദി ഈ പറയണ മറിയോ മാത്രമാണ്. ജിജി ഇന്നും മറിയോ എന്ന പേരൊന്നും മാറ്റിയിട്ടില്ല, ജിജി മറിയോ എന്ന് തന്നെയാണ്. അവരങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇയാൾ ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കാൻ പറ്റാവുന്ന അത്രയും അവഹേളനങ്ങളാണ് അഴിച്ചു വിട്ടുകൊടുത്തത്. പാവപ്പെട്ടവളെ ഇനി പറയാനൊന്നുമില്ല ഈ വൃത്തികെട്ട നരാധമൻ. അപ്പോൾ ഇനി അവൻ്റെ ഒപ്പം പോയി ജീവിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. ഇപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു ത്രാണി വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയി ആക്രമിക്കപ്പെട്ട, വല്ലാണ്ട് അപമാനിക്കപ്പെട്ട ആ സ്ത്രീ സ്വന്തം ജീവിതം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എഫർട്ട് എടുത്ത് ഇപ്പോൾ രക്ഷപ്പെടലിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇവനെ വീണ്ടും സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയുമ്പോൾ അവർ വീണ്ടും തകരും. ഇപ്പോഴും ഇയാൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്നിലൂടെ മുന്നേറി വന്ന ഒരാൾ, ഞാൻ മൂലം മുന്നോട്ട് കൊണ്ടുവന്ന ഒരാൾ എന്നെ അനുസരിക്കാതിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയ്തു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ട ഒരു വ്യക്തിയുണ്ട്. നന്നായിട്ട് കൊണ്ടുപോയത്, പക്ഷെ ആ അതെന്ന് മാറുന്നു, അതല്ല പ്രശ്നം.
അന്ന് സ്വീകരിക്കാൻ വഴിയാണ്. എന്ന് വന്നാലും ശരിക്കും എന്ന് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. കഷ്ടം തന്നെ. ഇവൻ സ്വീകരിക്കണോ? അവൾ സ്വീകരിക്കോ ഇല്ലെന്നുള്ളതല്ലേ ആലോചിക്കേണ്ടത്. അവൾക്ക് താല്പര്യമുണ്ടെങ്കിലല്ലേ. ഇവൻ ആര് സ്വീകരിക്കാൻ? ഇവനാര്? നന്നായിട്ട് കൊണ്ടുപോയത്. പക്ഷെ ആളുകൾ Because I am Christian. I am witness for Jesus Christ. അതാണ് എൻ്റെ ഒരു ധൈര്യം. താങ്കൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ജെന്യുനായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ സ്വപ്നം കാണുകയായിരുന്നു. കാരണം മാരിയോയും ജിജിയും എല്ലാം കൂടെ ഒരുമിച്ച്, മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വീണ്ടും ഒരുമിക്കുന്നു. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുന്നു. സൈത്താൻ കവർന്നതെല്ലാം തിരിച്ചു കിട്ടുന്നതൊക്കെ ഞാനും അങ്ങ് കണ്ടു പറഞ്ഞു. ഒരു ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ഭയങ്കര സ്വർഗീയമായി ആനന്ദിച്ച് ജീവിച്ച ദിവസങ്ങളാണ്. അതായത് ഞങ്ങൾ ജീവിച്ച ക്യാമ്പസിലെ എല്ലാ കുടുംബത്തെയും അപേക്ഷിച്ച് ഏറ്റവും ഹാപ്പിയായ കുടുംബങ്ങൾ ഞങ്ങൾ തന്നെയാണ്. വേദനിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ഓർത്താം. എൻ്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചിട്ട് അവൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നത് എനിക്കൊരു കാര്യം. നാട്ടുകാർ എനിക്കൊരു വിഷയമാണ്. അതിപ്പോഴും ഉണ്ട്. ജിജി വീഡിയോ കേൾക്കുകയാണെങ്കിൽ അവൾ അത് അറിയണം. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് എനിക്കൊരു വേദനയാണ്. അത് ചെറിയൊരു ഈഗോയുടെ പേരിലാണ്, ഞാൻ വലുത് എന്നതിൻ്റെ പേരിലാണ് എന്നത് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്കിടയിൽ ഇപ്പോഴും ഉള്ളൂ. ജിജി മനസ്സിലാക്കും. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കും, രണ്ടുപേരും തിരിച്ചു വരും. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. തീർച്ചയായും ദൈവം യോജിപ്പിച്ചതിനെ തീർച്ചയായും മനുഷ്യൻ വേർപിരിക്കരുത്. തീർച്ചയായും. ഞാൻ പക്ഷേ വക്കീൽ നോട്ടീസൊക്കെ അയച്ചു. എന്തിനാണെന്നറിയോ? അതും കൂടെ പറയാം. ഇനിയിപ്പോൾ അവളെ പക്ഷേ ജനങ്ങളോട് ഒരു മാള് കേസ് കൊടുത്തു, വക്കീൽ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ ജിജി പറയാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയിൽ കണ്ടീഷൻ കാലത്ത് എനിക്ക് അവളെ കാണാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു കോടതിയിലൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കോടതിയുടെ കൗൺസിലർ വഴി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് നോർത്തിട്ട് ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നത്. അത് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല, ഒന്ന് റീയുണൈറ്റ് ചെയ്യാൻ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള അവസരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ജിജിയെയും ഇളയ മകളെയും കാണുവാനായി അവരുടെ ക്ഷണപ്രകാരം ഫിലോക്കാലിയ ഓഫീസിലേക്ക് ചെന്നു. അവിടെ ചെന്നതും ഏകദേശം 1.5 മണിക്കൂറോളം ഓഫീസിലും അവരുടെ വീട്ടിലും അവരുടെ സ്ഥാപനം. സത്യം പറഞ്ഞാൽ ഇവനെ പോലൊരു കുത്തിത്തിരിപ്പന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എനിക്ക് പ്ലേ ചെയ്യാനോ നിങ്ങളെ കേൾപ്പിക്കാനോ താല്പര്യമില്ല. അത്രത്തോളം കുത്തിത്തിരിപ്പ് വർത്തമാനമാണ് ഇയാൾ പറയുന്നത്. ആ ധാർഷ്ട്യമുണ്ടല്ലോ, ഞാൻ ഭർത്താവാണ്, എനിക്ക് ആ ഭർത്താവ് എന്നുള്ള ഇത് കിട്ടണം എന്ന് പറയുന്നിടത്താണ് ഈ വൃത്തി കിട്ടവൻ്റെ ഒപ്പം ഒരു കാരണവശാലും അവർ പോകരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സത്യമായിട്ടോ ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിൻ്റെ ഒരു സൂചന പോലും ജിജി കൊടുക്കരുത്. കാരണം ഇവ അർഹിക്കുന്നില്ല. ഇവൻ അത്രത്തോളം ധാർഷ്ട്യവും ആ താൻ പോരിമയും അഹങ്കാരവും തലയ്ക്ക് പിടിച്ചൊരു വൃത്തികെട്ട ജീവിയാണ്. ഇവൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടവും ആ സ്ത്രീക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അവർക്ക് ഒരു രീതിയിലും സമാധാനമോ സ്വസ്ഥതയോ ഇയാളെ കൊണ്ട് കൊടുക്കാനാവത്തില്ല. ഇയാളെന്തോ നന്മമരമാണ്, ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമാണ്, എല്ലാവരും വലിയ കുഴപ്പക്കാരാണ്, എല്ലാവരും പൈസ തട്ടിക്കുന്നവരാണ്, ഞാനൊരുത്തൻ ഭയങ്കര നേർമവാദിയാണെന്നൊക്കെ പറയുന്ന ഈ വ്യക്തി ഒരു രീതിയിലും മറ്റുള്ളവരെ കൺസേൺ ചെയ്യുന്ന വ്യക്തിയല്ല. സ്വന്തം കുടുംബത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കൂട്ടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തി ഇവൻ ചെയ്തതുകൊണ്ടായിരിക്കത്തില്ലേ. രണ്ടാമത്തെ കാര്യം, കുടുംബത്തെ തള്ളി പറയാൻ പറ്റുന്നവനിക്ക് നമ്മളെയൊക്കെ തള്ളി പറയാൻ നിസ്സാരമായിട്ട് സാധിക്കുമെന്നുള്ളതൊരു കോമൺ സെൻസാണ്. ജിജിക്ക് അത് പറ്റിയിട്ടില്ല. ജിജിക്ക് ജിജിയുടെ കുടുംബം വിട്ടൊരു ചിന്തയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ചേർച്ചയില്ലായ്മ അവിടെ തന്നെയുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് നിങ്ങൾ വേണം. അത് വിവാഹത്തിലോ എന്തെങ്കിലും നല്ല ഫംഗ്ഷനുകളിൽ മാത്രം പോരെ, ആ ഫംഗ്ഷനിൽ ഒന്നിക്കുക. അതിനപ്പുറം ഇയാളെ വീട്ടിൽ കയറ്റല്ലേ ജിജി, കയറ്റിയാൽ നീ പണി വാങ്ങിക്കും എന്നുള്ള തർക്കമേ വേണ്ട. കാരണം അത്രത്തോളം ദാഷ്ട്യം തലയ്ക്ക് പിടിച്ചൊരു വൃത്തികെട്ടവനാണ് മറിയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കമൻസ് ഇട്ടുകൊണ്ട് മാറിക്കുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവർക്കല്ലേ അറിയുള്ളൂ. കൂടെ കിടന്നവനല്ലേ പനിയുടെ ചൂടറിയൂ എന്ന് പറയുന്നത് കണക്ക് ജിജിക്കല്ലേ അറിയുള്ളൂ അനുഭവിച്ച വേദന. എൻ്റെ നേരെ ഒരാൾ വിരൽ ചൂണ്ടുകയും തല്ലുകയും അത് പബ്ലിക്കിൽ പറയാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ പാർട്ട്ണറാവില്ല, ഒരിക്കലുമല്ല. അത്രത്തോളം മ്ലേച്ഛമായ രീതിയിൽ എന്തെങ്കിലും എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണം, എൻ്റെ കുടുംബക്കാരോട് പറയണം. അതിനപ്പുറം പബ്ലിക്കിൽ വന്ന് പറയണത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും മോശപ്പെട്ട രീതിയിൽ അവളെ പറഞ്ഞിട്ടും പൊതുസമൂഹം അവളെ നെഞ്ചിലേറ്റിയെങ്കിൽ അവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടല്ലേ, ദൈവവിചാരം അവൾക്കുള്ളത് കൊണ്ടല്ലേ ദൈവം അവൾക്കൊപ്പം നിന്നത്. ഇവൻ ഒരു കാരണവശാലും സഹതാപം അർഹിക്കുന്ന വ്യക്തിയേയല്ല. ഇവനെ മാറ്റി നിർത്തുന്നതായിരിക്കും ആ കുടുംബത്തിന് സേഫ്റ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.